നമസ്കാരം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം അഥവാ നൂൽപുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടി നമുക്കൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. നല്ലൊരു ഗോതമ്പിന്റെ ഒരു മണം വരുവേ, ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ കളറൊന്നും മാറിപ്പോകരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുഴച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വറുത്തെടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് സമയമുള്ളത് എപ്പോഴാണോ അപ്പോൾ വറുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് കുഴച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 2 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 18 മുതൽ 20 വരെയൊക്കെ അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പൊടി ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കത് കുഴയ്ക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏത് കപ്പിലാണോ നമ്മൾ പൊടി എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ തന്നെ അതേ അളവിൽ വെള്ളം വേണം ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2 കപ്പ് വെള്ളം തന്നെ മതിയാവും ഇതൊന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം വരില്ല, എന്നാലും നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് തികഞ്ഞില്ലെങ്കിൽ എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ പൊടിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താലും മതിയേ. പക്ഷെ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇപ്പം തന്നെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് പാകമാണെന്ന് ഇപ്പം തന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ എണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടുകയും ചെയ്യും. വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന വെള്ളം നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടങ്ങ് ഇളക്കിയെടുത്താൽ മതി. നമ്മൾ തിളപ്പിച്ച വെള്ളം മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, കുറച്ച് വെള്ളം അവിടെ ബാക്കി വെക്കുന്നുണ്ട്. ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതിയല്ലോ. മിക്കവാറും പൊടിക്കൊക്കെ നമ്മൾ എടുക്കുന്ന പൊടിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളം മതിയാവും കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പൊടിൻ്റെ അളവിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. കൂടുതലായിട്ട് ഒഴിച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടില്ല. ഇതിപ്പോൾ നല്ല ചൂടാണ്, നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടൊരു 10 മിനിറ്റ് ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട്, പൊടി നല്ലോണം ഒന്ന് പതാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൊടിക്ക് ചെറുതായിട്ട് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് നല്ലോണം ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ലോണം അങ്ങ് കുഴച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ മാവ് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിതുപോലെ കുഴച്ച് കഴിയുമ്പോൾ കൈ വെച്ച് അമർത്തുമ്പോൾ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കരുത്, കണ്ടില്ലേ? കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്നില്ല, മാവ് നല്ലോണം സോഫ്റ്റായിട്ട് ഉള്ളിലേക്ക് അങ്ങ് താന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിതങ്ങ് അച്ചിലേക്ക് ഇട്ടിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ചിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. ചില്ലിലും എണ്ണയാക്കുന്നുണ്ട്. അതുപോലെ മാവാവുന്ന ഈ ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് എണ്ണയാക്കി കൊടുക്കാം. ഇനി ചില്ലിട്ടതിന് ശേഷം ഈ അച്ചിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന അത്രയും മാവ് എടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. ബാക്കിയുള്ള മാവങ്ങ് മൂടിയും വെക്കണേ. ഇനി അപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള ഇഡലിത്തട്ടിൽ മാവാവുന്ന ഭാഗത്തൊക്കെ കുറച്ച് എണ്ണ അങ്ങ് തടവി കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടിയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പം ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലെങ്കിലും അപ്പം ഇളക്കി കിട്ടും. എന്നാലും നമ്മൾ അടിയിൽ തേങ്ങ വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മാവങ്ങ് വട്ടത്തിലങ്ങ് ചുറ്റിച്ച് പിഴിഞ്ഞിടാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് പാകത്തിനായി കഴിയുമ്പോൾ അങ്ങ് മുറിച്ച് മാറ്റിയാൽ മതി. മാവ് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഒട്ടും മുറിഞ്ഞു പോകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞിടാനായിട്ട് പറ്റും. നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം പാകമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റുമേ. ഇതേപോലെ എല്ലാ കുഴിയിലേക്ക് നമുക്ക് മാവ് പിഴിഞ്ഞിടാം. അച്ചിൽ മാവ് തീർന്നു പോകുമ്പോൾ ഊരിയതിന് ശേഷം വീണ്ടും മാവിട്ടിട്ട് ബാക്കിയുള്ള കുഴിയിലും കൂടെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ അച്ചിൽ ആദ്യം എണ്ണ തുടച്ചതുകൊണ്ട് തന്നെ മാവ് അധികം കണ്ടില്ലേ ഒട്ടിപ്പിടിക്കില്ല. ചില്ലിലേക്കൊന്നും അധികം ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി ഈ ചില്ല് അച്ചിലേക്ക് വീണ്ടും ഇട്ടിട്ട് ബാക്കിയുള്ള മാവും കൂടി ഇട്ടിട്ട് ബാക്കി അപ്പം കൂടി അങ്ങ് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഇതിന് മുകളിലേക്കും നേരത്തെ നമ്മൾ അടിയിൽ വെച്ചതുപോലെ കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. ഇത് കാണാനും നല്ലതായിരിക്കും, കഴിക്കാനും നല്ലതായിരിക്കും. വേണമെങ്കിൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതങ്ങ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. ഇനി ആവി വന്നതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആവി ഒന്ന് ഒതുങ്ങുമ്പോൾ നമുക്കിത് സ്റ്റീമറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. 2 തട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഒരെണ്ണെടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ മാവ് പിഴിഞ്ഞതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കാം. ഇതും മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് വേണം ബാക്കിയുള്ള മാവ് വെച്ച് കൊടുക്കാൻ.
അപ്പോൾ മൊത്തത്തിലൊരു 19 അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മുഴുവനും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അപ്പമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് കാസറോളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഒട്ടും തന്നെ തട്ടിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടില്ല. അടിയിൽ നമ്മൾ തേങ്ങ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും തണുത്ത് പോവുകയാണെങ്കിൽ വീണ്ടും ഇഡലിത്തട്ടിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുത്താൽ മതി. അതുപോലെ ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കറി ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കുന്നു മാത്രം. അപ്പോൾ നമുക്ക് സമയമുള്ളപ്പോൾ ഇതുപോലെ ഗോതമ്പൊടി ഒന്ന് വറുത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതുപോലെ തന്നെ ചാനലൊന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുമോ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. നന്ദി.